ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് കേരള എക്കണോമിയാണ്. കേരള എക്കണോമിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള എക്കണോമിയുടെ ഒരു ഓവർവ്യൂ ആയിരിക്കും. ഓക്കെ, ഓവറോൾ നമ്മുടെ സ്റ്റേറ്റിന്റെ, കേരളയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതെങ്ങനെയായിരിക്കും ഇൻ ഫ്യൂച്ചർ നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നത്, അറ്റ് പ്രസന്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ഒരു ടോപ്പിക്കിൽ നമ്മളൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ് 1ന്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ വൈസ് ആയിട്ട് പാർട്ട് 2, 3 ഒക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ബാക്കി ക്ലാസ്സുകൾ ഫെർദർ ആയിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കം ടു KS റാങ്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ സിലബസിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കിന്റെ ഒരു പൊസിഷൻ എന്താണ് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമുക്ക് എൻറ്റയർ എക്കണോമി സെഷനിലേക്ക് വരുന്ന സമയത്ത് കേരള എക്കണോമിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്കണോമി ഓഫ് കേരള ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓവർവ്യൂ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്കണോമിയുടെ, നമ്മുടെ സ്റ്റേറ്റ് GDP-യുടെ, നമ്മുടെ സ്റ്റേറ്റ് ഗ്രോസ് വാല്യൂ ആഡഡ്, അതുപോലെ തന്നെ നമ്മുടെ കേരളയുടെ ഓരോ സെക്ടേഴ്സും, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിന്റെ ഒക്കെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, അതിന്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഇത് നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് ഡോമിനന്റ്ലി അഗ്രികൾച്ചറൽ സെക്ടർ വരുന്നതാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ സെക്ടർ വരുന്നതാണ്. ഈ അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, നേച്ചറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഇടയിൽ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ഈ പറയുന്ന പ്രൈമറി സെക്ടർ ആണ്. ദെൻ അടുത്തതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് കൺസ്യൂമറബിൾ ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ് സെക്കൻഡറി സെക്ടറിൽ നടക്കുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തായിരിക്കും, പ്രൈമറി സെക്ടർ ആയിക്കൊണ്ട് നമ്മൾ അയൺ ഓർ മൈനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അയൺ ഓർ മൈനിങ് ഉണ്ടായിരിക്കും. ഇതിനെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്തായിട്ട്, സ്റ്റീൽ. സോ സ്റ്റീൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്ടർ ആയിട്ട് മാറും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് നേച്ചറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനത്തിനെ നമുക്ക് യൂസ്ഫുൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സെക്കൻഡറി സെക്ടറിൽ മേജർ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ കോട്ടൺ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെക്ടർ ആണ്. എന്നാൽ ഈ കോട്ടണെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് ഡ്രസ്സായിട്ട് നമ്മൾ മാറ്റുന്നത് അത് സെക്കൻഡറി സെക്ടർ ആണ്. ഓക്കെ, ഇനി അടുത്തത് സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിനെയാണ് നമ്മൾ സാധാരണ ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ സർവീസുകളാണ് കൂടുതലായിട്ടും ഇവിടെ കവർ ചെയ്യപ്പെടുന്നത്. ഇപ്പം ഈ ഒരു ഡ്രസ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് അത് നമുക്കൊരു സർവീസ് ആണ്. ബാങ്കിങ് സെക്ടർ അതൊരു സർവീസ് ആണ്. ഓക്കെ, ഒരു സർവീസ് ആക്ടിവിറ്റി ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സർവീസ് സെക്ടറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗുഡ്സിന്റെ എക്സ്ചേഞ്ചസ് നടക്കാൻ സാധ്യതയില്ല. ഓക്കെ, ഗുഡ്സിന്റെ എക്സ്ചേഞ്ചസ് നടക്കുന്നത് ഈ സെക്കൻഡറി സെക്ടറിലാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡ്രസ്സിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഫൈനലായിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഗുഡ്സ് വരുന്നുണ്ട് എവിടെ, സെക്കൻഡറി സെക്ടറിലേക്ക് വരുന്ന സമയത്ത്. പ്രൈമറി സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി കളക്ടഡ് ഫ്രം ദ നേച്ചർ ആയിരിക്കും. സോ ഇങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഇൻ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ കേരള എക്കണോമിയുടെ ഒരു ഓവർവ്യൂ അറിഞ്ഞിരിക്കണം. ദെൻ ലൈക്ക് ഡെമോഗ്രഫി അല്ലെങ്കിൽ പോപ്പുലേഷൻ അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. മേജർ അഗ്രികൾച്ചർ അതുപോലെ തന്നെ പാറ്റേൺസ് അത് അറിയണം. ദെൻ ഇൻഡസ്ട്രി, കേരളത്തിലെ മേജർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് കേരള ഇസ് ഫേമസ് ഫോർ ദ ടൂറിസം. ഓക്കെ, ഹെൽത്ത് സെക്ടർ ഇസ് ലൈക്ക് വെരി മച്ച് സ്ട്രോങ് ഇൻ കേരള. ദെൻ ഇൻ റീസെന്റ് ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോർട്ട് ലെഡ് ഡെവലപ്മെന്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വിഴിഞ്ഞം പോലെയുള്ള ഒരുപാട് പ്രൊജക്ടുകൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയെ പുഷ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അടുത്തതാണ് സർവീസ് സെക്ടർ ഇഷ്യൂസ്. ഇപ്പൊ ഡയറക്ട്ലി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർവീസ് സെക്ടർ ഇഷ്യൂ ഇസ് സർവീസ് സെക്ടർ ഗ്രോത്ത് ലൂപ്പ് സൈഡഡ് ഇൻ കേരള എന്ന് പറയുന്ന മെയിൻസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മെയിൻസ് ആൻസർ ഡിസ്കഷൻ ആൻഡ് സ്ട്രാറ്റജി ക്ലാസ് ഓൾറെഡി നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ്. മേജർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, റിസോഴ്സസ് എന്താണ്. സോ പൊട്ടൻഷ്യലി ഈ വർഷം ഏറ്റവും കൂടുതൽ ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ. അതിന്റെ റീസണും മെയിൻസ് ആൻസർ അനാലിസിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
Then major developmental projects present like ongoing in Kerala. അതിനെ ലൈക്ക് എൻവറോൺമെന്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, താരതമ്യപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ എൻവറോൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സസ്റ്റൈനബിലിറ്റി കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിറ്റിക്കൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ ഘട്ടിലൂടെ തുരങ്കപാതകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ ഡിഫറെന്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്, ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള മേജർ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, സ്കീംസ് എന്തൊക്കെയാണ്, അതൊക്കെ ഡെഫിനറ്റ്ലി ഇവിടെ വരും. ദെൻ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് കോപ്പറേറ്റീവ് സെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഹിസ്റ്ററി ആൻഡ് റെലവെന്റ് പോളിസീസ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, കേരളത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് കയർ മേക്കിംഗ് ഇസ് ദിയർ. ഓക്കെ, കയർ ഇസ് ദിയർ, ഇറ്റ് ഇസ് എ ട്രഡീഷണൽ ഇൻഡസ്ട്രി ആണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അതിന്റെ ഒരു റെലവൻസ് എന്തൊക്കെയാണ്, ഹിസ്റ്റോറിക്കൽ റെലവൻസ്, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ട് പോളിസീസ് ദ ഗവൺമെന്റ് ഹാസ് ടേക്കൺ, അത് നമ്മൾ പഠിക്കും. ദെൻ IT സെക്ടർ ഇൻ റീസെന്റ് ടൈംസ് കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സും ഹ്യൂജ് ഗ്രോത്തും നമ്മൾ കാണുന്ന ഒരു ഏരിയയാണ് IT സെക്ടർ എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് എന്തുണ്ട്, സൈബർ പാർക്ക് ഉണ്ട്, ദെൻ ലൈക്ക് ടെക്നോ പാർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സൈബർ പാർക്ക്, ടെക്നോ പാർക്ക്, ഇതൊക്കെ IT സെക്ടറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ ലൈക്ക് പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ ഫോറിൻ റെമിറ്റൻസ് അല്ലെങ്കിൽ ഫോറിൻ എമിഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ, ഇതിന് പ്രത്യേകമായിട്ടുള്ള പാറ്റേൺസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേജർ ലൊക്കേഷൻസ് എങ്ങോട്ടൊക്കെയാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്, അതൊരു ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ്. അതുകൊണ്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഓൺ ദ കേരള സൊസൈറ്റി അല്ലെങ്കിൽ കേരള എക്കണോമി, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണം നിങ്ങളുടെ കേരള സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമി പഠനം മുന്നോട്ടേക്ക് പോകേണ്ടത്. പിന്നെ അടുത്തത് കേരള മോഡൽ ഡെവലപ്മെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്. ഓക്കെ, ലാൻഡ് റിഫോംസ് വരുന്നുണ്ട്, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്, ദെൻ ഡിവല്യൂഷൻ ഓഫ് ദ പവർ. നമുക്കറിയാം തേർഡ് ടയർ ഓഫ് ഗവൺമെന്റ് ആയിട്ടുള്ള പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മുനിസിപ്പാലിറ്റി, ഈ ഒരു തേർഡ് ടയറിലേക്കുള്ള പവർ ഡിവല്യൂഷൻ അത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. ഓക്കെ, അതായത് പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള 28ഓളം പവറുകളുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 27ഓളം പവറുകൾ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ കേസിലും ഏകദേശം 19ഓളം വരുന്നതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മുനിസിപ്പാലിറ്റികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ ഡിവല്യൂഷൻ ഓഫ് പവർ ഇസ് ലൈക്ക് വൺ ഓഫ് ദി സക്സസ്ഫുൾ മോഡൽ ഇൻ കേരള. അടുത്തത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇസ് ദിയർ, ലൈക്ക് പീപ്പിൾസ് പ്ലാനിങ്, അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് തന്നെ കേരളമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഹൗസിംഗ് സ്കീം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലക്ഷം വീട് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം കഴിഞ്ഞ വർഷം ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് മെയിൻസ് എക്സാമിനേഷനിൽ. ടൂറിസം ഉണ്ട്, ദെൻ വുമൺ എംപവർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. ഈ ഒരു ഏരിയ സിഗ്നിഫിക്കന്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മെയിൻസിന്റെ അനാലിസിസിന്, മെയിൻസ് പേപ്പറിന്റെ അനാലിസിസിന്റെ വീഡിയോയിലും ആ ഒരു കാര്യം ഏത് പെർസ്പെക്റ്റീവിലായിരിക്കും ചോദ്യം വരിക എന്നുള്ളത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് സോഷ്യൽ വെൽഫെയർ സ്കീം, ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ സ്കീം, അതിന്റെ ഒരു ഫംഗ്ഷനിങ്, അതിന്റെ സക്സസ്, അതിന്റെ ചാലഞ്ചസ്, വേ ഫോർവേഡ്, ഈ ഒരു രൂപത്തിൽ ഓരോ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, സോ തുമരക്കുടി സാറിന്റെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരാമർശം വെച്ചുകൊണ്ടുള്ള ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ്, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു മെയിൻസിന്റെ ക്ലാസ്സിൽ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് ഡെഫിനറ്റ്ലി ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ സെഷനിൽ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഓക്കെ, കറണ്ട് റെലവെന്റ് ആയിട്ട് ഇവിടുന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ അത് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് കുറച്ചുകൂടെ ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അടുത്തത് റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ കേരള പ്ലാനിംഗ് ബോർഡ്. ഓക്കെ, സോ കേരള പ്ലാനിംഗ് ബോർഡ്, അതിന്റെ റെലവൻസ്, അതിന്റെ ഫംഗ്ഷനിങ്, ലൈക്ക് അതിന്റെ സക്സസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ദെൻ അച്ചീവ്മെന്റ്സ് ഓഫ് ദി കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ. സോ ഇതിൽ എഡ്യൂക്കേഷൻ സെക്ടർ ഓൾറെഡി കഴിഞ്ഞ മെയിൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, അമർത്യ സെനന്റെ ഒബ്സർവേഷൻസ് റിഗാർഡിംഗ്, അമർത്യ സെനന്റെ ഒബ്സർവേഷൻ റിഗാർഡിംഗ് കേരളാസ് പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടർ. അതൊന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് പോളിസി ടേക്ക് അവേസ് ആർ ദിയർ റിഗാർഡിംഗ് ദ സക്സസ് ഓഫ് ഇന്ത്യസ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിൽ ഓൾറെഡി ഒരു ചോദ്യം വന്നതാണ്. ആൻഡ് പോളിസീസ്, പ്രോഗ്രാംസ്, ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഇമ്പാക്ട്. അപ്പം ഈ രൂപത്തിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. ഓരോ സെക്ടറിനും എവിടുന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മെയിൻസിന്റെ അനാലിസിസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഓവറോൾ വ്യൂ ഓഫ് ദി എക്കണോമിക് പെർഫോമൻസ് ഓഫ് കേരള. അതിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI.
നീതി ആയോഗ് റിലീസ് ചെയ്യുന്ന ഈ ഒരു MPI മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് 0.002 ആണ്, വിച്ച് ഇസ് ലൈക്ക് വെരി ഗുഡ്. ഓക്കെ, ഇൻ കമ്പയർ ടു ഓൾ അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, കേരള ഇസ് ലൈക്ക് ഹയസ്റ്റ് പെർഫോമിംഗ് ഇൻ ദിസ് റിഗാർഡ്. മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടിയിലെ ഹയസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് കേരളയാണ്. ആൻഡ് കേരള ഹാവ് ദ ലീസ്റ്റ് മൾട്ടി ഡയമെൻഷനലി പുവർ പീപ്പിൾ ഇൻ ഇന്ത്യ. അപ്പം ഈ ഒരു ഡാറ്റ അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റ് ഇത് ഇന്ത്യ വേഴ്സസ് കേരള, ഓക്കെ, ഇന്ത്യ വേഴ്സസ് കേരള ഒരു കമ്പാരിസൺ ഈ വർഷം ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഞാൻ ഓരോന്നും പറയാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഓക്കെ, വൈ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. തൊട്ട് സെഷൻ എടുത്ത സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ ഈ വർഷത്തെ ഒരു വെരി സിഗ്നിഫിക്കന്റ് ചോദ്യമാണ്. KS മെയിൻസ് എക്സാമിനേഷനും പ്രിലിംസ് എക്സാമിനേഷനും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം PSC എക്സാംസ്, അതിപ്പോൾ ലൈക്ക് UPSC ആയിക്കോട്ടെ PSC ആയിക്കോട്ടെ, അതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ റിഫ്ലക്ഷൻ അപ്പോൺ ദി ഫംഗ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ്ങിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള എക്സാമുകളിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഒരു ഇലക്ഷൻ 2026 ഇലക്ഷനിൽ LDF ഗവൺമെന്റ് പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ആണ്, എസ്പെഷ്യലി റോഡ് സെക്ടർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കറണ്ട് റെലവെന്റ് ആയിട്ടുള്ളത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുള്ള രൂപത്തിലേക്ക് ആ ഒരു ചോദ്യം KSന്റെ പ്രിലിംസ് എക്സാമിനേഷനിലും മെയിൻസ് എക്സാമിനേഷനിലും റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത ഇസ് വെരി വെരി ഹൈ. സോ ആ ഒരു റീസൺ കൊണ്ടാണ് അവിടുന്ന് ചോദ്യം വരും എന്നുള്ളത് പറയുന്നത്. സോ റോഡ് ആൻഡ് ഹൈവേ സെക്ടറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ഏതൊക്കെ പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരും എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഓരോ ഏരിയ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ആ ഒരു സെക്ടർ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, ഡെഫിനറ്റ്ലി ചോദ്യം വരാം. സോ ഇവിടേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ സെക്ടർ, അവിടുത്തെ ഡെവലപ്മെന്റ് കമ്പയറിംഗ് ഇന്ത്യ വേഴ്സസ് കേരള. ഓക്കെ, ആ ഒരു രൂപത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു യൂസ് ദിസ് മൾട്ടി ഡയമെൻഷണൽ ഇൻഡെക്സ്, ആൾസോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ്. സോ അതിൽ ഗോൾ 2 അതുപോലെ തന്നെ ഗോൾ 4. ഗോൾ 2 എന്ന് പറയുന്നത് സീറോ ഹങ്കർ. അതിൽ ഇന്ത്യ ലൈക്ക് കേരള ഹാസ് സ്കോർഡ് 84. അതുപോലെ ഗോൾ 4ലേക്ക് വരുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ദർ ആൾസോ ഇന്ത്യ ലൈക്ക് കേരള ഹാസ് സ്കോർഡ് 82. ഈ രണ്ട് കാറ്റഗറിയിലും കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ഫോർ ലൈക്ക് രണ്ട് കൺസിസ്റ്റന്റ് ഇയറിൽ ഗോൾ 2ൽ കേരള ഇസ് ദ നമ്പർ 1. ദെൻ ഗോൾ 4ലേക്ക് വരുന്ന സമയത്ത് ഫോർ ദ ലാസ്റ്റ് 4 years കേരള ഇസ് ദ ടോപ്പ് 1. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ പെർഫോമൻസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പെർഫോമൻസ് കമ്പയർ ടു ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്, അത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ആൻസറിൽ മെൻഷൻ ചെയ്യണം, എസ്പെഷ്യലി സോഷ്യൽ സെക്ടർ ഒക്കെ കമ്പാരിസൺ വരികയാണ് എന്നുണ്ടെങ്കിൽ. Then the next is India's Skill Report 2024 placed Kerala as the most preferred state to work for both male and female. So female labor force participation in Kerala, ഇതുമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഡെഫിനറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ഏരിയ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എവിടെ നിന്നാണ് ചോദ്യം വരിക എന്നുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇനി സെൽഫ് സ്റ്റഡി നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റിസോഴ്സസ് പഠിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ കുറെ കൂടെ ഫോക്കസ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഓരോ ഏരിയാസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. അടുത്തത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നമ്മൾ GDP പറയാറുണ്ട്, അത് ഇന്ത്യയുടെ കേസിലാണ് പറയാറുള്ളത്. ദെൻ സ്റ്റേറ്റിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് GDP ഓഫ് ദ സ്റ്റേറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത് GSDP എന്ന് പറയുന്നത്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ദാറ്റ് ഗ്രൂ ബൈ 6.5%. സോ GDP ഗ്രോത്ത് ഓഫ് കേരള ആൻഡ് ഇന്ത്യ, അതും ഒരു കമ്പാരിസൺ ആയിട്ട് കഴിഞ്ഞ വർഷം ഓൾറെഡി ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ ഒരു സെയിം പാറ്റേണിൽ സോഷ്യൽ സെക്ടർ ഗ്രോത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ GSDP ഗ്രോത്ത് അല്ലെങ്കിൽ GDP ഗ്രോത്ത് ഓഫ് കേരള വേഴ്സസ് ഇന്ത്യ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ഇൻക്രീസ്ഡ് ബൈ 7.2%. അപ്പൊ ഈ ഓരോ ഇൻഫർമേഷനും നമുക്ക് വേണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും GSDP വേഴ്സസ് GDP കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡാറ്റയും നിങ്ങൾ കൊടുക്കണം. ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്രയായിരുന്നു എന്നുള്ളതും പറയണം, കേരളത്തിന്റെ GSDP ഗ്രോത്ത് എത്രയായിരുന്നു എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറയണം. ദെൻ ഓൺലി യു ക്യാൻ മേക്ക് ദ കമ്പാരിസൺ. ഇത് രണ്ടും എഴുതാതെ നിങ്ങൾ അവിടെ എന്ത് എഴുതിയിട്ടും കാര്യമില്ല, യു വോണ്ട് ഗെറ്റ് ദ മാർക്സ്. ഈ രണ്ട് കാര്യം എഴുതിയിട്ടുണ്ടോ, ഔട്ട് ഓഫ് ദ 3 യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 2 മാർക്സ്. അത്ര എളുപ്പമാണ്. ഓക്കെ, സോ കറക്റ്റ് പോയിന്റ് അവിടെ ഉണ്ടോ മാർക്ക് കിട്ടും, അതല്ലെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. ദെൻ ദ നെക്സ്റ്റ് ഇസ് പ്രൈമറി സെക്ടർ. സോ സെക്ടർ വൈസ് ഗ്രോത്ത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു,
ഇതിൻ്റെ അകത്ത് ഓൾറെഡി കഴിഞ്ഞ വർഷം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ സർവീസ് സെക്ടർ ഗ്രോത്ത് ലൂപ്പ് സൈഡഡ് ഇൻ കേരള. അതുകൊണ്ട് ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള ഗ്രോത്തുകൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പ്രൈമറി സെക്ടറിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഷോൺ ആൻ ഇൻക്രീസ് ഇൻ ദി ഗ്രോത്ത് റേറ്റ്. സോ 2023-24 വരുന്ന സമയത്ത് ദ ഗ്രോത്ത് റേറ്റ് വാസ് 4.7% compared to 2022-23 0.9%. So this was post-pandemic period. So post-pandemic period, we have seen a recovery and growth trajectory when it comes to the primary sector. The primary sector is now picking up its momentum. Then the next is like secondary sector. Secondary sector is stagnated in Kerala. True or false? Yes, it is true. കാരണം എന്താണ്? Secondary sector grew at 4.1% in 2023-24 and 3.2% in 2022-23. So there is no significant growth. Okay, even post-pandemic phase പോലും വലിയൊരു ചേഞ്ച് അവിടെ നടക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇവിടുന്ന് ചിലപ്പം ചോദ്യം വന്നേക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷം സർവീസ് സെക്ടർ ആണ് ചോദിച്ചെങ്കിൽ ഈ വർഷം സെക്കൻഡറി സെക്ടർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. Why secondary sector is stagnated? Stagnated എന്ന് പറഞ്ഞാൽ വളർച്ച മുരടിച്ച ഒരു സ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ സെക്കൻഡറി സെക്ടർ നിലനിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരള എക്കണോമിയുടെ ഒരു ഓവർവ്യൂ മാത്രമാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലേക്ക് പ്രൊവൈഡ് ചെയ്യുക മാത്രമാണ്. അതിന്റെ റെലവൻസ് എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഓക്കെ ഓരോന്നും ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ ഓരോ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇട്ട് തരുന്നില്ല. ഇതിന്റെ ഒക്കെ ആൻസർ നമ്മൾ അനലൈസ് ചെയ്യും. ഈ ക്ലാസ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡെപ്തിലായിരിക്കും നമ്മുടെ ഓരോ അനാലിസിസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് tertiary sector achieved a strong growth rate of 8.9%. Okay, so tertiary sector growth നിങ്ങൾ നോക്കുക, it is 8.9%. Whereas secondary sector 4.1%, primary sector 4.1%. അതായത് പ്രൈമറി സെക്ടറും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറും കമ്പൈൻ ചെയ്താൽ പോലും ടെറിഷറി സെക്ടറിന്റെ അത്ര വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 50% എന്താണ് ടെറിഷറി സെക്ടർ ആണ്, അല്ലെങ്കിൽ സർവീസ് സെക്ടർ ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത് is service sector growth is loop-sided in Kerala എന്നുള്ള ചോദ്യം വന്നത്. And service sector also shown or like it is also picked up a momentum. 7.7% ആയിരുന്നു 2022-23 ഉണ്ടായിരുന്നത്. But 23-24 വരുന്ന സമയത്ത് we can see that it has increased by 1.9% to 8.9%. Okay, so finally it has reached 8.9%, almost like 9% growth ഉണ്ട്. Exact figure ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ that will be better. Okay, സോ ഇതെല്ലാം ഇപ്പൊ നമ്മൾ പഠിച്ച ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർവീസ് സെക്ടർ ഗ്രോത്ത് ലൂപ്പ് സൈഡഡ് ഇൻ കേരള ഓൾറെഡി ചോദ്യം വന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. ദെൻ വൈ ഇസ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കോൾഡ് അൺസസ്റ്റൈനബിൾ? വൈ ഇസ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കോൾഡ് അൺസസ്റ്റൈനബിൾ? ഓക്കെ, സോ ഈ ഒരു ചോദ്യം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഈ ചോദ്യം ഓർത്ത് വെക്കുക. കേരള മോഡൽ ഡെവലപ്മെന്റ് അൺസസ്റ്റൈനബിൾ ആണ്. വൈ? ബിക്കോസ്. അടുത്തത് കമ്പയർ കേരള എക്കണോമി വിത്ത് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് GDP ആൻഡ് GSDP. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു കമ്പാരിസൺ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ലെവൽ സിൻസ് 2011-12. ഓക്കെ, സോ GSDP GDP ഈ രണ്ട് ഡാറ്റയും കൊടുക്കണം. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിന്റെയും ഇന്ത്യയുടെയും എത്രയാണ്, ആ 4 ഡാറ്റ അവിടെ ഉണ്ടോ, യു വിൽ ഗെറ്റ് ലൈക്ക് 2 or 2.5 മാർക്സ് ഔട്ട് ഓഫ് 3. അത് രണ്ടും ഇല്ലാതെ നിങ്ങൾ എന്ത് എഴുതി വെച്ചിട്ടും ഒരു കാര്യമില്ല. There is no value to it. ഓക്കെ, ഇത് ലൈക്ക് ബൈ കോമൺ സെൻസ് എല്ലാവരും എഴുതുന്ന സാധനമായിരിക്കും എന്ത്, കേരളാസ് GSDP ഗ്രോത്ത് ഓർ ലൈക്ക് കേരളാസ് GSDP ഗ്രോത്ത് വാസ് ഹയർ ദാൻ ദ കേരള ലൈക്ക് ഹയർ ദാൻ ദി ഇന്ത്യ. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ അതേപോലെ എന്ത് എഴുതി വെക്കും, സെക്കൻഡ് പാർട്ടിൽ എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കും ഉണ്ടാവുക, കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം ഇസ് ഹയർ ദാൻ ഇന്ത്യസ് ആവറേജ്. അത് എല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും. അപ്പം യു മേ ബി എക്സ്പെക്ടിങ് ലൈക്ക് രണ്ടെണ്ണത്തിൽ ഒന്നെങ്കിലും എൻ്റെ ശരിയാവുന്ന എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ബി ഗെറ്റിംഗ് എനി മാർക്സ്, ദാറ്റ് ഇസ് 0. ഓക്കെ, ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും അറിയാൻ കൂടുതലാണെന്നുള്ളത്. ബട്ട് വേർ ഇസ് ദ ഡാറ്റ ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്? അതില്ലെങ്കിൽ യു വോണ്ട് ഗെറ്റ് ദ മാർക്ക്. ഓക്കെ, അപ്പം കേരളത്തിന്റെ GSDP ഗ്രോത്ത് എത്രയായിരുന്നു? ഇറ്റ് വാസ് ലൈക്ക് 6.5%. ദിസ് ഇൻഫർമേഷൻ ഷുഡ് ബി ദെയർ. ആ പ്രോപ്പർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വോണ്ട് ബി ഓഫ് എനി യൂസ് ടു യു. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ഡാറ്റ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, മെമ്മറൈസ് ചെയ്ത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ അടുത്തത്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് കേരള ഗവൺമെന്റ് ടു റേസ് റവന്യൂ ഫോർ ഫൈനാൻസിങ് ദ ലയബിലിറ്റി ഇൻക്വയർഡ് ത്രൂ കിഫ്ബി?
ഓക്കെ, സോ കിഫ്ബി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ റവന്യൂ, ഓക്കെ, റിഗാർഡിംഗ് ദി കേരള ഗവൺമെന്റ്സ് റവന്യൂ. രണ്ടാമത്തത് ദ ലയബിലിറ്റി, ഇൻക്രീസിംഗ് ലയബിലിറ്റി ഓഫ് ദി കേരള ഗവൺമെന്റ്. ഇത് രണ്ടുമാണ് ഈ ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് 2 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഈ വർഷം നമുക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, സോ ആ 2 ഏരിയയിൽ നമുക്ക് ഈ വർഷം കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ ഡാറ്റയും നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പം ഈ ഓരോ ഡാറ്റയും ഓർത്ത് വെക്കുക, മെമ്മറൈസ് ചെയ്ത് വെക്കുക, ഇഫ് പോസിബിൾ ഡെയിലി റിവൈസ് ചെയ്യുക. ദെൻ അടുത്തൊരു ഫാക്ട് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഡെഫിസിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വാസ് 2.5% ഇൻ 2022-23. ദെൻ 2023-24 ആയപ്പം അത് 2.9% ആയി. ദെൻ അടുത്ത 24-25 വി ആർ എസ്റ്റിമേറ്റിംഗ് ഇറ്റ് ടു റീച്ച് 3.4%. So it was initially 2.5%, then it was 2.9%, and finally 3.4%. Okay, so you can see the physical deficit is widening or the physical deficit is increasing. Okay, physical deficit is increasing. This is a concerning fact. Okay, this is a concerning fact. So physical deficit increase ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ it means that the burden, okay, the burden of interest and loan repayment is upon the future generation. ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കറണ്ട് ജനറേഷൻ അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റിൽ നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. ഈ ലോണിന്റെ ബാധ്യത എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജനറേഷന്റെ മുകളിലായിരിക്കും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇതിനടക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിന് നമ്മൾ പലിശ അടയ്ക്കേണ്ടി വരും. അപ്പൊ ഈ പലിശ അടയ്ക്കുക എന്ന് പറയുന്നത് ഇയർ ഓൺ ഇയർ ഈ ഇൻട്രസ്റ്റ് ബേർഡനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ലോങ് ടേമിലേക്ക് നമുക്കൊരു അൺസസ്റ്റൈനബിൾ ഗ്രോത്ത് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് ദിസ് ക്വസ്റ്റ്യൻ വാസ്. Why is Kerala model of development called unsustainable? Okay, because it is leading to widening of the physical deficit. It is increasing the revenue deficit. Okay, so overall, this kinds of physical performance are declining. That's why the development or the growth of Kerala is called unsustainable. Okay, that's why the economic growth of Kerala is called unsustainable. Then അടുത്തത് revenue deficit. What is the status of the revenue deficit? So currently the revenue deficit എന്ന് പറയുന്നത് 1.6% ആണ്. ഈ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചോദ്യം വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും GDP പെർ ക്യാപിറ്റ ഇൻകം കമ്പയർ ചെയ്യാനാണെങ്കിൽ അത് ഈ വർഷം ഫിസിക്കൽ ഡെഫിസിറ്റോ റവന്യൂ ഡെഫിസിറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഇന്ത്യയുടെയും കേരളത്തിന്റെയും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമി എടുക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യം പറയും, ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് പറയും, നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയും. അപ്പൊ ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ഓർത്ത് വെക്കണം. കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 1.6% ആണ്. ദെൻ ആസ് അഗെയിൻസ്റ്റ് 0.9%. സോ ഇവിടെ ഉണ്ടായിരുന്നത് 0.9% ആയിരുന്നു. ദാറ്റ് നൗ ഹാസ് ഇൻക്രീസ്ഡ് ഇൻ ടു 1.6%. ഓക്കെ, സോ ഈ ഒരു ഇമേജ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് ഇത്തരത്തിലുള്ള ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തുണ്ട്, എഫേർട്ട് ഉണ്ട്. ബട്ട് ആ ഇമേജ് ഒക്കെ നമ്മൾ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ കൂടെ ആകുന്ന സമയത്ത് കണ്ടന്റ് ഇൻഫർമേഷൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ആവും എന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇമേജസ് എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഓരോ ഇമേജസും വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഈ പറയുന്ന റവന്യൂ ഡെഫിസിറ്റ് 0.9-ൽ നിന്ന് 1.6%ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഏതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് വായിക്കേണ്ടത്? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്, FRBM ആക്ടുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഇതിനെ പഠിക്കേണ്ടത്. ഓക്കെ, അതിൽ പറയുന്ന ഫിസിക്കൽ ലിമിറ്റ് എന്താണ് അപ്പോൺ ദ സ്റ്റേറ്റ്, റവന്യൂ ലിമിറ്റ് എത്രയാണ്. ഓക്കെ, ഇത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കേരളത്തിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യേണ്ടത്. ദാറ്റ് വി വിൽ ഡു. ഓക്കെ, റവന്യൂ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. then അടുത്തത് കേരള എക്കണോമിയുടെ ഒരു നെക്സ്റ്റ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്ന ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. First of all, in 2023-24, the state's total revenue receipt decreased by 6.2%. Okay, കേരളത്തിന്റെ just a second. Okay, so in 2023-24, state's total revenue receipt decreased by 6.2% compared with previous year. ഓക്കെ, സോ ഈ ഒരു പാരാഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഒരു പാരാമീറ്റർ ബേസ് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ചോദ്യം വന്നേക്കാം.
why the revenue receipt of the Kerala government is declining? What are the causes? What alternatives we can go for? ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിഫ്ബിയുടെ ചോദ്യത്തിന്റെ അകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ലയബിലിറ്റി എന്ന് പറയുന്നതും രണ്ടാമത്തത് റവന്യൂ എന്ന് പറയുന്നതും. സോ റവന്യൂ ആൻഡ് ലയബിലിറ്റി ഞാൻ ഓർത്ത് വെക്കണം എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ദിസ് ഇസ് ബിക്കം എ ലയബിലിറ്റി ആൻഡ് അൺസസ്റ്റൈനബിൾ. നമ്മൾ ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ഇൻകം സെർച്ച് ചെയ്യേണ്ട ടൈം ആയിരിക്കുന്നു. വി ഹാവ് ടു ജനറേറ്റ് അവർ ഓൺ ഇൻകം. ദെൻ ഓൺലി കേരള ക്യാൻ സസ്റ്റെയിൻ ഇൻ ദി ലോങ്ങർ ഫ്യൂച്ചർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഈ പറയുന്ന ടോട്ടൽ റവന്യൂ ലൈക്ക് റെസിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അത് ഗവൺമെന്റിന് കിട്ടേണ്ട സാധനമാണ്. ദാറ്റ് ഇസ് ഡിക്രീസ്ഡ് ബൈ 6.2%. അപ്പൊ നമ്മുടെ എക്കണോമിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിലായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് ക്യാപിറ്റൽ, രണ്ടാമത്തത് റവന്യൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എക്കണോമി എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും. ലോങ് ടേമിൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ്. റവന്യൂ എന്ന് പറയുന്നത് റെക്കറിംഗ് നേച്ചർ ഓഫ് എക്സ്പെൻസസ് അല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും, വൺ ടൈം ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് സാലറി, പെൻഷൻ, അതുപോലെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഓക്കെ, അതായത് വയോ പെൻഷൻ യോജന, ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പെൻഷൻ, വിഡോ പെൻഷൻ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ. ഇത് നമ്മൾ കൊടുക്കുന്നതിലൂടെ, ജനങ്ങൾക്ക് കൊടുക്കുന്നതിലൂടെ ഫ്യൂച്ചറിൽ നമുക്കൊരു റവന്യൂ തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ ഒരാൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ഈ എഡ്യൂക്കേഷൻ കാരണം അയാൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടും. എംപ്ലോയ്മെന്റ് കിട്ടുന്ന സമയത്ത് ഹി വിൽ ഏൺ ആൻഡ് ഹി വിൽ പേ ദ ഇൻകം ടാക്സ്. അപ്പൊ അത് ഗവൺമെന്റിന് എന്താണ് ഇൻ ഫ്യൂച്ചറിൽ എക്കണോമിക്കലായിട്ട് ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്കൂളുകൾ, ഇൻഡസ്ട്രീസ്, ഓക്കെ, അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഓക്കെ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, കേരള ഇപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് തിരിച്ച് റവന്യൂ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഓൾ ഫോംസ് പാർട്ട് ഓഫ് ദി ക്യാപിറ്റൽ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. വാട്ട് ഫോംസ് പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ, അതുപോലെ തന്നെ റവന്യൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് റവന്യൂ റിസീപ്റ്റ് ഡിക്രീസ്ഡ് ബൈ 6.2%. അതിന്റെ കോസസ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പാക്ട് എന്താണ്, ഇത് രണ്ടുമാണ് ഡെഫിനറ്റ്ലി നമുക്ക് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത നിൽക്കുന്നത്. പിന്നെ അടുത്തത് ഡിക്ലൈൻ ഇൻ സെൻട്രൽ ട്രാൻസ്ഫർ, ദാറ്റ് ഇസ് ഡിക്രീസ്ഡ് ബൈ 26%. സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഒരു ട്രാൻസ്ഫർ 26% ഡിക്രീസ് ചെയ്തു. ഓക്കെ, സോ കേരളത്തിന്റെ റവന്യൂ റിസീപ്റ്റ് എന്ന് പറയുന്നത് 6.2% ഡിക്രീസ് ചെയ്തു. അതുപോലെ സെൻട്രൽ ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26% ഡിക്രീസ് ചെയ്തിട്ടുണ്ട് കമ്പയർഡ് ടു 2022-23. So this is the major reason why the revenue receipt of the Kerala is declined by 6.2%. So the first cause is decline in central transfer. അതിന്റെ ഫാക്റ്റും കൂടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി ഫർദർ ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ യു ഷുഡ് ആഡ് ഫർദർ മോർ ഡാറ്റ. ആ ഡാറ്റയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് 10th ഫൈനാൻസ് കമ്മീഷന്റെ സമയത്ത്, ഓക്കെ, സോ 10th ഫൈനാൻസ് കമ്മീഷന്റെ സമയത്ത് നമ്മൾ കേരളത്തിന് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിരുന്നത് 3.9% ഷെയർ ആയിരുന്നു. ഓക്കെ, മൊത്തം സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഡിവിസിബിൾ പൂൾ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡിവിസിബിൾ പൂൾ ഓഫ് സെൻട്രൽ മണി, അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നത് 3.9% ആയിരുന്നു. അത് 14th ഫൈനാൻസ് കമ്മീഷനിലേക്ക് വന്ന സമയത്ത് അറൌണ്ട് 2.5%ലേക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2.6%, ബട്ട് റൗണ്ടഡ് ടു 2.5%. ദെൻ അടുത്തത് അത് 15th ഫൈനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കറണ്ട് ഫൈനാൻസ് കമ്മീഷനിലേക്ക് വന്ന സമയത്ത് 1.9%ലേക്ക് ഡിക്ലൈൻ ചെയ്തു. അപ്പൊ ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 3.9%-ൽ നിന്ന് 1.9% അത് ഡിക്ലൈൻ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ഓൾമോസ്റ്റ് 26% ലാസ്റ്റ് 1 ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം 4 ഇവിടെ അത് ഏകദേശം 2. ഓക്കെ, സോ 100% ഡിക്ലൈൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 4 ഉണ്ടായിരുന്നത് 2 കുറഞ്ഞു. ഓക്കെ, സോ 4 ഉണ്ടായിരുന്നത് 2 ആയിട്ട് കുറഞ്ഞു. 100% ഡിക്ലൈൻ ഉണ്ട്. അതിൽ ഇൻ റീസെന്റ് ടൈം ലാസ്റ്റ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 26% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് അഡീഷണൽ ഡാറ്റയാണ് കമ്പയറിംഗ് ദ ഫൈനാൻസ് കമ്മീഷൻ report, based on the finance commission report, how the central divisible pool of taxes or the revenue and its share is declining when it is given to Kerala. Okay, so ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ടതാണ്. Then അടുത്തൊരു ഫാക്ടർ, in 2023-24
states' own revenue receipt increased by 4% compared with the previous year. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കേരളത്തിന്റെ റവന്യൂ റെസിപ്റ്റ് കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ ഇവിടുത്തെ റവന്യൂ ഡെഫിസിറ്റ് കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റവന്യൂ റെസിപ്റ്റ് കുറയുന്നത് കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിക്കോസ് ഇവിടെ കൃത്യമായിട്ടുള്ള ഡാറ്റ ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റിന്റെ റവന്യൂ റെസിപ്റ്റ് ഇസ് ഇൻക്രീസിങ്, സ്റ്റേറ്റ്സ് ഓൺ റവന്യൂ റെസിപ്റ്റ്. മറ്റേത് സെൻട്രൽ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സിൽ നിന്ന് നമുക്ക് തരുന്ന റെസിപ്റ്റ് ആയിരുന്നു. അതല്ലാതെ കേരള ഗവൺമെന്റിന് തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് മാർഗങ്ങളുണ്ട്. അതായത് ഡിഫറെന്റ് സ്റ്റേറ്റ് ടാക്സുകൾ വരുന്നുണ്ട്, അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പെനൽറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, പെനൽറ്റീസ് വരുന്നുണ്ട്, ഫൈൻസ് വരുന്നുണ്ട്, രജിസ്ട്രേഷൻ ചാർജസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ടാക്സിലേക്ക് തന്നെ എന്ത് വരുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, റവന്യൂ റെസിപ്റ്റുകളാണ്. അപ്പം അത് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ റവന്യൂ റെസിപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർ ദ ടൈം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പം നേരത്തെ ഈ ചോദ്യത്തിന്റെ വാട്ട് കോസ്ഡ് ദിസ് റവന്യൂ ഡെഫിസിറ്റ് ഓർ ദ റവന്യൂ റെസിപ്റ്റ് ഡിക്ലൈൻ ഇൻ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ സ്റ്റേറ്റ് പെർഫോമൻസിൽ അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. അപ്പം ഈ ഒരു ഫൂളിഷ്നെസ് അല്ലെങ്കിൽ മണ്ടത്തരം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതായത് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ഷെയർ കുറഞ്ഞിട്ടുണ്ട്, അതിന് കാരണം നമ്മുടെ ഓൺ സ്റ്റേറ്റ് റവന്യൂ കുറഞ്ഞത് കൊണ്ടാണ് എന്ന് എഴുതി വെക്കരുത്. അത് ആക്ച്വലി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനടുത്തത് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ഇൻക്രീസ്ഡ് ബൈ 3.3%. അപ്പം ഞാൻ പറഞ്ഞു ഈ പറയുന്ന റവന്യൂ റെസിപ്റ്റിലെ ഒരു ഷെയർ മാത്രമാണ് ടാക്സ് എന്ന് പറയുന്നത്. അത് കൂടാതെ പെനൽറ്റി, ഫൈന്, രജിസ്ട്രേഷൻ ചാർജസ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് 3.3% ഇൻക്രീസ് ചെയ്തു. ബാക്കി ഇൻക്രീസുകളൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ 4% ടോട്ടൽ ഇൻക്രീസ് വരുന്നത്. സോ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആൾസോ ഷോൺ ആൻ ഇൻക്രീസ്. Then what about the non-tax revenue? So non-tax revenue has shown an increase of 8.1%. അപ്പം ഈ ഓരോ പാരാമീറ്റേഴ്സും വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിലിംസ് എക്സാമിനേഷന് ചോദിക്കാം, MCQ. ഓക്കെ, സോ കമ്പയറിംഗ് നോൺ ടാക്സ് ആൻഡ് ടാക്സ് റവന്യൂ, നോൺ ടാക്സ് വേഴ്സസ് ടാക്സ് റവന്യൂ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 1, 2, 3 3 സ്റ്റേറ്റ്മെന്റ്സ്, അതിലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് കേരളാസ് ടാക്സ് റവന്യൂ ഇസ് മോർ ദാൻ നോൺ ടാക്സ് റവന്യൂ. അപ്പൊ ഇത് ശരിയാണോ? അല്ല, ദിസ് ഇസ് റോങ്. ബിക്കോസ് അവർ നോൺ ടാക്സ് റവന്യൂ ഇസ് മോർ ദാൻ ടാക്സ് റവന്യൂ. ഓക്കെ, സോ അതും കൂടെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി ഇതേ കാര്യം തന്നെ MCQ ചോദിക്കാം, അതായത് റവന്യൂ ഡിക്ലൈനിങ്. ഓക്കെ, സോ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ കോസസ് ഫോർ റവന്യൂ ഡിക്ലൈൻ ഓഫ് കേരള? അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഷെയർ ഓഫ് ദ സെൻട്രൽ ഡിവിസിബിൾ പൂൾ ഹാസ് ഡിക്ലൈൻഡ്. ദെൻ സെക്കൻഡ്, ദ receipt or the formulas used by the Finance Commission led to decline in share of divisible pool by central government. അത് എന്താണ്, ശരിയാണ്. തേർഡ്, state's own revenue generation or revenue receipt has declined. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ്. അപ്പൊ ഇതൊക്കെ MCQ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കും വരാം. അതേ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യാം, മെയിൻസ് എക്സാമിനേഷനിലും റിഫ്ലക്ട് ചെയ്ത് വരാം. സോ വി ഹാവ് ടു പ്രിപ്പയർ ഈച്ച് ഓഫ് ദ ഡാറ്റ അക്കോർഡിംഗ്ലി. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനാലിസിസ് മുഴുവൻ നമ്മൾ കൊണ്ടുപോകുന്നത് അതിന്റെ കറണ്ട് ആസ്പെക്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം ഇതൊരു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ദാറ്റ് ഇസ് ക്യാൻ കേരള ബാലൻസ് സോഷ്യൽ സ്പെൻഡിങ് ആൻഡ് ഫിസിക്കൽ ഗോൾ. ഇന്ത്യയിൽ തന്നെ ടോട്ടൽ റവന്യൂ, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, അതേപോലെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റിന്റെ ടോട്ടൽ റവന്യൂ റെസിപ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ടോട്ടൽ റവന്യൂ വരുന്നുണ്ട്. സോ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമാണ്, ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. അപ്പൊ നമുക്കിവിടെ രണ്ട് ചാലഞ്ച് വരുന്നുണ്ട്. ഒന്ന്, ഈ സോഷ്യൽ ഡെവലപ്മെന്റൽ സ്പെൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കണ്ടിന്യൂ. എന്നാൽ ദാറ്റ് ഈസ് ലീഡിങ് ടു ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടു കേരളത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ പെർഫോമൻസസ് ആർ ഡിക്ലൈനിങ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് വാസ് ഇൻക്രീസ്ഡ് അല്ലെ. ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയിൽ നിന്ന് എത്രയിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇനീഷ്യലി 2.5% ആയിരുന്നു, അത് 2.9% ആവുന്നുണ്ട്. അവിടുന്ന് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, 3.4%ലേക്ക് അത് ഇൻക്രീസ് ചെയ്തു. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇനി റവന്യൂ ഡെഫിസിറ്റിന്റെ കേസിൽ എന്തായിരുന്നു, അത് ഇനീഷ്യലി 0.9% ആയിരുന്നു,
അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് 1.6% ഇൻക്രീസ് ചെയ്തു. 2024 വരുന്ന സമയത്ത് 1.6%ലേക്ക് റവന്യൂ ഡെഫിസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 3.4% വരുന്നുണ്ട്. അപ്പം FRBM ആക്ടിന്റെ പരിധി നമ്മൾ ഓൾറെഡി ലംഘിച്ചു. ഓക്കെ, FRBM ആക്ടിന്റെ പരിധി ഓൾറെഡി നമ്മൾ ലംഘിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ഈസ് ലീഡിങ് ടു ലീഗൽ കംപ്ലയൻസ് ചാലഞ്ചസ്. ലീഗൽ കംപ്ലയൻസ് ചാലഞ്ചസ്. സോ ലീഗലി FRBM ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പാലിക്കേണ്ട ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കേസിൽ ഓൾറെഡി ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ FRBM ആക്ടിന്റെ വയലേഷൻ ആയിട്ട് കൂടെ ഇതിനെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പം ഈ പറയുന്ന സോഷ്യൽ സ്പെൻഡിങ് വേഴ്സസ് ഫിസിക്കൽ ഗോൾസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു അപ്കമിങ് ചാലഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും അതുമായിട്ട് റെലവെന്റ് വരുന്ന കറണ്ട് അഫയേഴ്സ് ആർട്ടിക്കിൾസ് നമ്മൾ അവിടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടെലഗ്രാമിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ന്യൂസ് ആർട്ടിക്കിൾസ് നമ്മൾ വാട്സപ്പിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് രണ്ടിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. Then, the reason behind Kerala's rising debt burden and the state's significant welfare expenditure are topic of heated debate. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടുന്ന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ചോദ്യം വരാനുള്ള high threat is there or like high chances is there. Then, Kerala's financial crisis are not a recent development. The root of this financial crisis extend beyond recent events, representing years of physical imbalances dating back to 1980s. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫിസിക്കൽ ചാലഞ്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ഇംബാലൻസിന്റെ കേസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദ സ്റ്റേറ്റ് ഹാസ് ഫേസ്ഡ് ഡെഫിസിറ്റ് ഓവർ ദ ഇയേഴ്സ്, ഓഫൺ വിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ഇൻഡിക്കേറ്റിംഗ് ഹൈ റവന്യൂ എക്സ്പെൻഡിച്ചർ ബട്ട് റിലേറ്റീവ്ലി ലോ ഫിസിക്കൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ സത്യത്തിൽ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ റവന്യൂ പോലും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ റവന്യൂസ് നമ്മൾ കൂടുതലായിട്ട് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് പകരം ഈ കിട്ടുന്ന ക്യാപിറ്റൽ റവന്യൂ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രൂപത്തിലേക്ക് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട്, ചെലവുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഇതിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. വി കനോട്ട് ഗോ വിത്ത് ദിസ് മെത്തേഡ് ഓഫ് ഡെവലപ്മെന്റ് in a long run. So the sustainability of Kerala's physical goals is a question. So ഈ ആർട്ടിക്കിൾസിൽ ആ ഒരു ആർട്ടിക്കിളിൽ ഫർദർ ആയിട്ട് പറയുന്ന ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 10th ഫൈനാൻസ് കമ്മീഷനിൽ 3.8% എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.9% ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 14th ഫൈനാൻസ് കമ്മീഷനിൽ 2.5% എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് 15th ഫൈനാൻസ് കമ്മീഷനിലേക്ക് വന്നപ്പോൾ 1.9% ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫ് വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് റീഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഓരോന്നും പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3.9%, 2.5%, 1.9% ആയിട്ട് അത് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റവന്യൂ ബേർഡൻ കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇതേ ആർട്ടിക്കിൾ പറയുന്ന നെക്സ്റ്റ് കീവേഡ് ഒന്ന് ശ്രദ്ധിക്കുക, സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ്. കേരള റിക്വയർസ് ഫോക്കസ്ഡ് അറ്റൻഷൻ ഓൺ വെൽത്ത് ആൻഡ് ഇൻകം ജനറേഷൻ ഫോർ ഡിസേർവിംഗ് പോപ്പുലേഷൻ സെക്ഷൻസ്. ഓക്കെ, സോ അതിനെയാണ് ഇവിടെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റിന് ഓൾറെഡി നമ്മുടെ കേരള എക്കണോമിയുടെ മെയിൻസ് ആൻസർ അനാലിസിസിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തതാണ്. അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു, കഴിഞ്ഞ PYQ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വാട്ട് ആർ ദ കോസസ് ഓഫ് ദ സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റ് പ്രോബ്ലംസ് ഇൻ കേരള. ഓൾറെഡി PYQ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ അനാലിസിസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു അപ്രോച്ച് കിട്ടണമെങ്കിൽ. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഒരുപാട് റിസോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമുക്ക് കറക്റ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, എക്സാക്ട് ആൻസർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ആൻസർ നമ്മൾ എഴുതി വെക്കുന്നതായിരിക്കും, അതിന് മാർക്ക് കിട്ടുന്നുള്ളത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അതുപോലെ കേരള എക്കണോമിയുടെ അതേ ഫാക്ടേഴ്സ് വെച്ചിട്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രം നമുക്ക് ഇവിടെ പോരാ, ആ ഒരു പെരിഫറൽ സ്റ്റഡി മാത്രം പോരാ. കേരള എക്കണോമിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു സമ്മറി വളരെ കൃത്യമായിട്ട് പൊട്ടൻഷ്യലി ചോദിക്കാൻ പറ്റുന്ന ഏരിയ ഏതാണ് എന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ.
ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ചോദ്യം വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. കേരളത്തിലെ ടോട്ടൽ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് 51% ആണ്. നോൺ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് 16% ആണ്. ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 28% ആണ്. റിമൈനിങ് 5%ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ കൾട്ടിവേറ്റ് ഏരിയ എന്ന് പറയുന്നത് 51% ഉണ്ട്. നമ്മളൊരു ജനറൽ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള ഏരിയ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി ഏരിയ എന്താണ്? റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? മോസ്റ്റ് ഓഫ് ദി ഏരിയ ലൈക്ക് റെസിഡൻഷ്യൽ. അപ്പം ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണ്. മോർ ദാൻ 50% ഓഫ് ദി കേരളാസ് ലാൻഡ് ഇസ് ഗിവൺ ഫോർ ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ. അതല്ലെങ്കിൽ 50% ഓഫ് ദ ലൈക്ക് ലാൻഡ് ഏരിയ ഇൻ കേരള ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ ടോട്ടൽ കൾട്ടിവേഷൻ എന്നുള്ള രൂപത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അത് റോങ് ആണെന്ന് കൺസിഡർ ചെയ്യും. നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാടൊന്നും കൃഷിയില്ല, കൂടുതൽ സെറ്റിൽമെന്റ് പാറ്റേൺസ് ആണ്. അപ്പോൾ 50% ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗോ റോങ്. കാരണം ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു കൺസിഡറബിൾ ഏരിയ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കാരണം വെസ്റ്റേൺ ഘട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ കേരളത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റേൺ സൈഡിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്തും ആലപ്പുഴ പോലുള്ള ചില സംസ്ഥാനങ്ങളല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. വെസ്റ്റേൺ ഘട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു മേജർ കൺസേൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് 50% മുകളിലാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 38.86 ലാക്ക്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ലാക്ക് ഹെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ 4 മില്യൺ ഹെക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് കേരളത്തിന്റെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത് 25.36 ലാക്ക് ഹെക്ടേഴ്സ് ആണ്. അത് 65.3% ആണ്. എന്നാൽ നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്നത് 19.7 ലാക്ക് ഹെക്ടേഴ്സ് ആണ്. അത് 50.8 ആണ്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 51% എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ റൗണ്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓർക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. സോ 50.8% ആണ്. അപ്പൊ ഈ നെറ്റ് സോൺ ഏരിയയും ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ലാൻഡ് ഏരിയ ഉണ്ട്, എനിക്ക് ലാൻഡ് ഉണ്ട്. ഈ ലാൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വർഷം കൾട്ടിവേറ്റ് ചെയ്തു. ഓക്കെ, ഈ വർഷം ഒരു മാർച്ചിൽ ഞാൻ കൾട്ടിവേറ്റ് ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുന്ന സമയത്ത് ഞാൻ വിളവെടുത്തു. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ ഞാൻ വീണ്ടും കൾട്ടിവേറ്റ് ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്തു? ഡിസംബറിൽ വീണ്ടും വിളവെടുത്തു. അപ്പൊ ഈ സെയിം ലാൻഡിൽ 2 തവണ ഞാൻ കൾട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ലാൻഡിനെ 2 ടൈംസ്, ഈ ഒരു ലാൻഡിന്റെ ഏരിയ 1 ഏക്കറാന്ന് വിചാരിക്കാം. ഓക്കെ, 2 into 1 ഏക്കർ, അതിനെ 2 ഏക്കർ ആയിട്ടായിരിക്കും എവിടെ കൺസിഡർ ചെയ്യുന്നത്? ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയയിൽ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇനി ഞാൻ 2ഓ 3ഓ തവണ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ 1 ഏക്കർ മാത്രമായിട്ടായിരിക്കും നെറ്റ് ഏരിയ സോൺ എന്നതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എത്ര തവണ കൾട്ടിവേറ്റ് ചെയ്തോ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ വരുന്നത്. അതുകൊണ്ടാണ് 19.7 ലാക്ക് ഹെക്ടേഴ്സ് 25.3 ലാക്ക് ഹെക്ടേഴ്സ് ആകുന്നത്. കാരണം എന്താണ്? ഇതിലെ പല പ്രദേശങ്ങളിലും 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? 2ഓ ചിലപ്പോൾ അതിലധികമോ തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർഷം തന്നെ കൾട്ടിവേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്തു? 2ആയിട്ട് അതിന്റെ എത്ര മടങ്ങ് കൾട്ടിവേഷൻ നടന്നു അത്രയും മടങ്ങായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ ഏരിയ കൾട്ടിവേറ്റഡ് ഇൻക്രീസ്ഡ് ആയിട്ട് ഇവിടെ കാണുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, ദ ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസ് വാസ് 6.1 ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50.7% ആണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ റൗണ്ട് ചെയ്തിട്ട് 16% എന്ന് കൊടുത്തിട്ടുള്ളത്. 15.7% ആണ് നോൺ അഗ്രികൾച്ചറൽ യൂസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ലാൻഡ്. ദെൻ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 27.8% ആണ്. ദാറ്റ് ഈസ് 28%. ഓക്കെ, റൗണ്ട് ചെയ്തിട്ട് 28%. ഇനി ബാക്കിയുള്ള ഏരിയ ആണ് റിമൈനിങ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇതാണ് കേരളത്തിന്റെ ഒരു ടോട്ടൽ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ മോഡൽ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലാൻഡ് യൂസ് ഇൻ എ റീജിയൻ വിത്ത് എ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് 38.86 ലാക്ക് ഹെക്ടേഴ്സ്. ഇത് കേരളത്തിന്റെ കേസാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. The proportion of land under cultivation, that is total cultivated area, is greater than half of the total geographical area. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 50%-നെക്കാട്ടിയും കൂടുതലുണ്ട്. എന്ത്? നെറ്റ് സോൺ ഏരിയ എന്ന് പറയുന്നത് തന്നെ 51% ഉണ്ട്. ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് എത്രയുണ്ടായിരുന്നു? ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കൾട്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടുതലാണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം
ഈ പറയുന്ന ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് 65% ആയിരുന്നു അല്ലേ? 51% ആണ് നെറ്റ് സോൺ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തത്. 65% ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ട്? ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ. ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് 38.86 ലാക്ക് ഹെക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ 25 ഹെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾമോസ്റ്റ് 25.8 ഇഫ് ഐ റിമെമ്പർ 25.8 ഹെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ടോട്ടൽ ഏരിയയുടെ അണ്ടർ കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്? മോർ ദാൻ 50% ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി total cultivated area and the net sown area represents the land that was cultivated more than one in a year. അല്ലേ? ശരിയാണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഞാൻ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. Then the land put to non-agricultural use and forest area together account for more than 40% of the total geographical area. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നിങ്ങളുടെ ജസ്റ്റ് മെമ്മറി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ എത്രയായിരുന്നു? ഞാൻ പറഞ്ഞത് ഒരു കൺസിഡറബിൾ ഷെയർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. 27.8% എങ്ങാണ്ടായിരുന്നു അല്ലേ? അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 28% ആക്കിയെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ അടുത്ത കാര്യം എന്തായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നോൺ അഗ്രികൾച്ചറൽ യൂസ് ആണ്. നോൺ അഗ്രികൾച്ചറൽ യൂസിന്റെ എത്ര ഉണ്ടായിരുന്നു? 15 പോയിന്റ് സംതിങ് ആയിരുന്നു. ഓക്കെ, ഐ ഡോണ്ട് റിമെമ്പർ, 15 സംതിങ് ആയിരുന്നു. അത് 16% ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 44%. അപ്പൊ അതെന്താണ്? ഇറ്റ് ഇസ് മോർ ദാൻ 40% ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൾസോ കറക്റ്റ്. ദെൻ അടുത്ത ചോദ്യം, ദ നെറ്റ് ഏരിയ സോൺ ഇസ് ഹയർ ദാൻ ദ ലാൻഡ് പുട്ട് ടുഗദർ ടു നോൺ അഗ്രികൾച്ചറൽ യൂസ് ആൻഡ് ഫോറസ്റ്റ് ഏരിയ കമ്പൈൻഡ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നോൺ അഗ്രികൾച്ചറൽ യൂസിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത് അത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത സമയത്ത് നമുക്ക് 44% എന്ന് കിട്ടി. ബട്ട് ഇവിടുത്തെ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സോൺ ഏരിയ ഇസ് ഹയർ ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് സോൺ ഏരിയ ഇസ് ഹയർ ദാൻ ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസ് ആൻഡ് ദ ഫോറസ്റ്റ് കമ്പൈൻഡ്. സോ ഫോറസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നെറ്റ് സോൺ ഏരിയയിലേക്കും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ലാൻഡ്, അത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഇറ്റ് മോർ ദാൻ ആയിരുന്നോ? നെറ്റ് സോൺ ഏരിയ എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ ആയിട്ട് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 20 അങ്ങാണ്ട് ഉണ്ടായിരുന്നു. 20 ഹെക്ടേഴ്സ് 19 ഹെക്ടേഴ്സ് സംതിങ് ഉണ്ടായിരുന്നു. സോ അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 51% അറൌണ്ട് ഉണ്ടായിരുന്നു. സോ ദ നെറ്റ് ഏരിയ സോൺ ഇസ് ഹയർ ദാൻ ദ ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസ് ആൻഡ് ദ ഫോറസ്റ്റ് കമ്പൈൻഡ്. സോ ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൾസോ റൈറ്റ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4 ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ഇവിടെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തണം. ഇവിടെ 4 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 1, 2, 3, 4 ഓൾ ഇസ് ലൈക്ക് റൈറ്റ്. സോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഓരോ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈസിലി ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അനാലിറ്റിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം? മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ ലൈക്ക് ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഇത്തരത്തിലുള്ള മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് നിങ്ങൾ എടുത്തിട്ട് അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ദെൻ അടുത്തത്, ഇനി നമ്മൾ നോക്കുന്നത് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ ഫുഡ് ക്രോപ്പ് ആൻഡ് ദ ക്യാഷ് ക്രോപ്പ് ആണ്. സോ ഇനീഷ്യലി ദർ വാസ് എ ടൈം വെൻ ഫുഡ് ക്രോപ്സ് വാസ് എ മേജർ കൾട്ടിവേഷൻ ഇൻ കേരള. കേരളത്തിൽ ഒരു മേജർ കൾട്ടിവേഷൻ ഫുഡ് ക്രോപ്പ് ആയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫുഡ് ക്രോപ്സിന്റെ ഷെയർ എന്ന് പറയുന്നത് ജസ്റ്റ് 9.8% ആയിട്ട് കുറഞ്ഞു. ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത് 65% ആയിട്ട് കൂടിയിട്ടുണ്ട്. ദെൻ അതർ കൾട്ടിവേഷൻസ് ആണ് അല്ലെങ്കിൽ അതർ ഏരിയാസ് ആണ് ഒരു 24.5% വരുന്നത്. സോ ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ടോട്ടൽ ഷെയറിൽ ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഫുഡ് ക്രോപ്സ് ഇസ് നൗ വെരി മച്ച് ലെസ് കമ്പയർഡ് ടു ക്യാഷ് ക്രോപ്പ് ആണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. ദെൻ ഒരു റീസെന്റ് ട്രെൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ വരുന്നത്, ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഫുഡ് ക്രോപ്സ് സച്ച് ആസ് പൾസസ്, റാഗി, സ്മോൾ മില്ലറ്റ്സ് ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ഹാവ് ഇൻക്രീസ്ഡ്. സോ ഇതിന്റെ ഒക്കെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ വൈ ദിസ് ഇൻഫർമേഷൻ ഇസ് സിഗ്നിഫിക്കൻറ്റ്? അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് കേരളത്തിലെ 2021 പീരീഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു?
2021 പീരീഡ്. ഓക്കെ, 2021 പീരീഡിൽ റൈസ് കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, റൈസ് കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്തു. ഈ കോണ്ടെക്സ്റ്റില് മെയിൻസിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, KS മെയിൻസിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്പയർഡ് ടു 2019-20 2021 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റൈസ് പ്രൊഡക്ഷൻ കൂടി. അതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മെയിൻസ് എക്സാമിനേഷനിൽ. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചറൽ പാറ്റേണിൽ വരുന്ന ചേഞ്ച് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? മെയിൻസ് എക്സാമിനേഷനും പ്രിലിംസ് എക്സാമിനേഷനിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ കാര്യം പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി PYQ ആണ്. ഇനി അത് മാത്രമല്ല, ഇത്തരത്തില് ഫുഡ് പാറ്റേൺസ് അല്ലെങ്കിൽ ക്രോപ്പ് കൾച്ചറിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് UPSCയുടെ ഒരു വെരി വെരി ഫേവറബിൾ ടോപ്പിക് ആണ്. ഓക്കെ, ഇപ്പം റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മാർക്കറ്റ് ഡ്രിവൺ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ് ക്രോപ്പിംഗ് പാറ്റേണിനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. ക്രോപ്പിംഗ് പാറ്റേണിനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് ലൈക്ക് ഫാസ്റ്റ് ഫുഡ് കൾച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ആൾസോ ലൈക്ക് ഡയറ്റ് ഹാബിറ്റ്സ് വരുന്നുണ്ട്. ദെൻ ലൈക്ക് ന്യൂട്രീഷണൽ ഫുഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലൈക്ക് മാർക്കറ്റ് ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് എന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആനിമൽ ഹസ്ബൻഡറീസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്. പോൾട്രി ഫാമിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ? ലൈക്ക് KFC, ഫ്രൈഡ് ചിക്കൻസ്, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ലൈക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ലൈക്ക് ന്യൂട്രീഷ്യസ് ആണ്. ന്യൂട്രീഷ്യസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മില്ലറ്റ്സിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ എന്ത് ചെയ്തു? പൾസസിലേക്ക് മാറിയിട്ടുണ്ട്. ലൈക്ക് പൾസ് കൺസംഷൻ ഹാസ് ഇൻക്രീസ്ഡ്. ഓക്കെ, സോറി, ലൈക്ക് നോട്ട് മില്ലറ്റ്സ്, സേറൽസ്. ഓക്കെ, സേറൽസിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മില്ലറ്റ്സിലേക്കും അതുപോലെ തന്നെ പൾസസിലേക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സേറൽസ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് റൈസ്. ഇപ്പൊ റൈസിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മില്ലറ്റ്സും പൾസസും ഒക്കെയാണ്. ഓക്കെ, ലൈക്ക് ഫാറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് രാത്രി സമയത്ത് എന്തായിരിക്കും? ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, അതല്ലെങ്കിൽ ലൈക്ക് നട്ട്സ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബേസിലൊക്കെ UPSC പ്രീവിയസ് ഇയറിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സെയിം പാറ്റേണിൽ നമ്മൾ KS അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം. Then the next is food crops are 9.8% and the cash crop is like 65.7%. അത് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. Then coconut occupies a significant portion of the gross cropped area, almost 30.2%. So coconut 30%. Okay, coconut 30%. സോ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിൽ റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പൊട്ടൻഷ്യൽ ഏരിയ ആണ്. ആർട്ടിക്കിൾ നമ്മൾ വിസിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഫോളോഡ് ബൈ റബ്ബർ 21.1%. ഇത് തന്നെ നമുക്കൊരു ചോദ്യമായിട്ട് വരാം. അതായത് കൺസിഡറിംഗ് ദ ടോട്ടൽ ക്രോപ്പ് ഏരിയ വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്രോപ്പ് ഓക്യുപ്പൈസ് ദി ലാർജസ്റ്റ് ഷെയർ എന്നുള്ള രൂപത്തിൽ. എന്നിട്ട് അതിൽ ഫസ്റ്റ് കോക്കനട്ട്, 2 ലൈക്ക് റബ്ബർ. ഓക്കെ, ദെൻ ലൈക്ക് തേർഡ് ലൈക്ക് യു ക്യാൻ ആഡ് ലൈക്ക് ടാപ്പിയോക്ക. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ABCD തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോക്കനട്ട് ആണോ റബ്ബർ ആണോ എന്നുള്ളത് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് റിമെമ്പർ ഇറ്റ് ഇസ് സ്റ്റിൽ കോക്കനട്ട്. ഓക്കെ, 30% എന്ന് പറയുന്നതും ഗ്രോസ് ക്രോപ്ഡ് ഏരിയയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും എന്താണ്? കോക്കനട്ട് തന്നെയാണ്. പ്ലാന്റേഷൻ ക്രോപ്പുകളിലേക്ക് വരുന്ന റബ്ബർ ആണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 21% അല്ലെങ്കിൽ 22%. ഓക്കെ, റൗണ്ട് ചെയ്യുന്ന സമയത്ത്. ദെൻ അടുത്തൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് the net area irrigated increased into 4.1 lakh hectare in 2023-24 compared to 4.18 hectare. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്ത സമയത്ത് പ്രീവിയസ് ഇയറിൽ ചോദ്യം ചോദിച്ചു എന്ന്. ആ സമയത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു, വാട്ട് ആർ ദ റീസൺസ്. ഓക്കെ, വാട്ട് ആർ ദ റീസൺസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് റിലേറ്റഡ് ടു ഇറിഗേറ്റഡ് ഏരിയ യു ഹാവ് ടു മെൻഷൻ ദെയർ ബിക്കോസ് the net irrigated area has increased. 4.1ലേക്ക് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ നെറ്റ് ഇറിഗേറ്റഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റൈസ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ഇന്റൻസീവ് ക്രോപ്പ് ആണ്. സോ ഡെഫിനറ്റ്ലി അതിന്റെ കൾട്ടിവേഷൻ എന്ത് ചെയ്യും? കൂടുന്നതായിരിക്കും. ദെൻ വെൽസ് ഇൻക്ലൂഡിംഗ് ബോർ വെൽ. ഓക്കെ, കുഴൽക്കിണറുകൾ അടക്കമുള്ളത് വെൽസ് അല്ലെങ്കിൽ കിണറുകൾ തന്നെയാണ് ഇപ്പോഴും ദ മേജർ സോഴ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പാഡി ആൻഡ് കോക്കനട്ട് ബെനിഫിറ്റഡ് ദ മോസ്റ്റ് ഫ്രം ദ ഇറിഗേഷൻ. കണ്ടോ, പാഡി. So rice, because rice is a water intensive crop. Then the second is coconut. അപ്പൊ ഇവർ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ കാരണം ബെനിഫിറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കോണ്ടെക്സ്റ്റിൽ പ്രീവിയസ് ഇയറിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. Then the gross area irrigated under paddy has increased to 1.6 hectares. അപ്പൊ ഗ്രോസ് ഏരിയയിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ടോട്ടൽ കൾട്ടിവേഷനിൽ നമുക്ക് ഇൻക്രീസ് എക്സ്പെക്ട് ചെയ്യാം. ഒരു ലൈക്ക് 100% പറയാൻ പറ്റില്ല, ബട്ട് ഒരു ജനറൽ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു നാച്ചുറൽ കലാമിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു 1.5 ലാക്ക് ഹെക്ടേഴ്സിലായിരുന്നു. അത് കൂടി എന്ത് ചെയ്തു 1.6 ലാക്ക് ഹെക്ടേഴ്സിൽ ഇപ്പൊ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരു പെസ്റ്റ് അറ്റാക്ക് വന്നു, നമുക്ക് ക്രോപ്പ് മുഴുവൻ ലോസ് ആവും. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ കൂടിയെന്ന് പറയാൻ പറ്റില്ല, ടോട്ടൽ പ്രൊഡക്ഷൻ നമ്മുടെ ഇത് കുറയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, ഒരു നാച്ചുറൽ ട്രെൻഡ് വെച്ചിട്ട് ടോട്ടൽ പ്രൊഡക്ഷൻ ഏരിയ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, റൈസിന്റെ പ്രൊഡക്ഷൻ കൂടിയെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ഫ്രം 1.53 ലാക്ക് അവിടെ നിന്നാണ് എന്ത് ചെയ്തത് 1.6 ലാക്കിലേക്ക് കൂടിയത്. ആൻഡ് ദാറ്റ് ഓഫ് കോക്കനട്ട് ഹാസ് ആൾസോ ഇൻക്രീസ്ഡ് ടു 1.63 ലാക്ക് ഫ്രം 1.56 ലാക്ക്. ഓക്കെ, സോ കോക്കനട്ടിന്റെ ഷെയർ ഇസ് സ്റ്റിൽ വെരി ഹൈ. 1.63 ലാക്ക് ഹെക്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോക്കനട്ട് ഇസ് ബീങ് കൾട്ടിവേറ്റഡ്. സോ ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ കേരള രജിസ്റ്റേർഡ് ഇൻക്രീസിംഗ് ട്രെൻഡ് ഇൻ റീസെന്റ് ഇയേഴ്സ്. ഹൈലൈറ്റ് ദ സ്പെസിഫിക് ഇനിഷ്യേറ്റീവ്സ് ഓഫ് ദ കേരള ഗവൺമെന്റ് ദാറ്റ് ഹെൽപ്ഡ്. സോ ഇതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഈ സെക്കൻഡ് പാർട്ടിൽ വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് സ്പെസിഫിക് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ അനലൈസ് ചെയ്തതാണ്. ഓക്കെ, ആ അനാലിസിസ് വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബട്ട് നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രീവേറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സ് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഓരോ ടോപ്പിക്സിനും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന്റെ രണ്ട് കൺസേൺസ് എന്ന് പറയുന്നത് ഒന്ന് റാപ്പിഡ് അർബനൈസേഷൻ ആണ്, രണ്ടാമത്തത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾസ് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. ആൻഡ് ദിസ് ആർട്ടിക്കിൾ കെയിം ഓൺ January 6, 2025. ഓക്കെ, സോ ലാൻഡ് യൂസ് സ്ട്രാറ്റജിയും അത് കമ്പയറിംഗ് ടു ദി അർബനൈസേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇത് രണ്ടും നമ്മുടെ ത്രെട്ടുകളാണ് അല്ലെങ്കിൽ ലൈക്ക് ചാലഞ്ചസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഒരു റിസോഴ്സ് ആണ്. ഹൗ വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ഇറ്റ് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദി അർബനൈസേഷൻ ആസ് വെൽ ആസ് ക്ലൈമറ്റ് ചേഞ്ച്. ഇറ്റ് ഇസ് എ ചാലഞ്ച്, വി ഹാവ് ടു അഡ്രസ് ഇറ്റ്. സോ ദ സ്പീക്കേഴ്സ്, ഈ ഒരു സെമിനാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സെമിനാർ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് എന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദി കോക്കനട്ട് ബേസ്ഡ് ലാൻഡ് യൂസ് ആൻഡ് ദ ചേഞ്ചിങ് ക്ലൈമറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് കോക്കനട്ട് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഫിഗർ ആയിട്ട് വരുന്നത്. ബിക്കോസ് ഓൾമോസ്റ്റ് ലൈക്ക് 30% കൾട്ടിവേഷൻ അല്ലെങ്കിൽ ക്രോപ്പ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്, കോക്കനട്ടിന്റെ അണ്ടറിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബറും കോക്കനട്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റബ്ബർ വാസ് അറൌണ്ട് 21.6%. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഫർദർ ഡിസ്കഷൻ. ഈ ഒരു ഓവർവ്യൂയുടെ ഫർദർ ഡിസ്കഷൻസ്, ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആ കാര്യങ്ങളും കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സെഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇത്തരം കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പിന്റെ ചാനലിൽ, ഓക്കെ, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് നിങ്ങൾ ആർട്ടിക്കിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം ഈ ആർട്ടിക്കിൾസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിന്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും അത്തരം ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് റീഡിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഒരു റിയൽ ആയിട്ടുള്ള ആ ഒരു റീഡിംഗ് ഉണ്ടെങ്കിൽ അപ്പം അത്തരത്തിൽ